அனைவருக்கும் வணக்கம். നിങ്ങൾ എല്ലാവരും എൻ ചാനൽ ഒന്ന് ഹൈപ്പ് പണി വിടുങ്കോ. ഓക്കെ, ഹൈപ്പ്. നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. കാരണം ഒരാള് ഇത്രയും, അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതു മുതൽ വെട്ടിയെടുത്ത് മരമുറി കേസ് വലിയ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയതാണത്. ആ ആളെ ജയിലിൽ പിടിച്ചിടുന്നു. 1955 സംഭവിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ കയറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ജയിൽ മോചിതനാവുകയാണത്. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. ജയിൽ മോചിതനായി 2 വർഷത്തിനുള്ളിൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് വലിയൊരു ചാനൽ ഏറ്റെടുത്തുകൊണ്ടാണ്. പിന്നെ 2 വർഷം എന്താ നടന്നത്? ഇവിടെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് നിയമവിരുദ്ധമാണ്, ലൈസൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കേസുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും റിപ്പോർട്ടർ ചാനൽ പൂട്ടും. അതുപോലെ തന്നെ ഇനിയിപ്പോഴേ നമ്മുടെ അരുൺ കുമാറും ടീമും വേറെ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ വീണ്ടും ശ്രീകണ്ഠൻ നായരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ സുജിയ പാർവതിയോ വിളിച്ചിട്ട് ഒരു ചാൻസ് തരുമോ എന്ന് പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് മാധു എന്ന് പറയുന്ന സ്ത്രീയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് അത്രയും ദിവസങ്ങളേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യം കട്ടപ്പോകുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം റിപ്പോർട്ടർ ചാനലിലൂടെ ഒരു ഇത് മാത്രം വെച്ചിട്ടാണ് അരുൺകുമാർ ഇപ്പോഴും ഇങ്ങനെ കത്തി കയറുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു ചാനലിൽ പോയിട്ട് അദ്ദേഹത്തിന് ഇത്രയും ചാൻസ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൊടുക്കത്തില്ല. കാരണം എന്താ, അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ സൈഡാക്കിയിട്ട് അരുൺകുമാർ മാത്രം ഇങ്ങനെ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകും. അതാണ് ഏകാധിപത്യം തന്നെയാണ്. ഏതായാലും നമ്മുടെ സാബു പറയുന്ന കാര്യം എൻ്റെ കയ്യിൽ തെളിവൊന്നും ചോദിച്ചേക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ നിർത്തി തരാനാ. പക്ഷെ എനിക്ക് സംശയമുണ്ട്. 1900 എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ സാബുവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു മുതലാളിയാണ്, നല്ലൊരു ബിസിനസ്മാൻ ആണ്, നല്ല ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ബിസിനസ്സുമായി കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോഴും സാബുവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ എന്തെങ്കിലും പറഞ്ഞൊന്ന് അപമാനിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ല ലക്ഷ്യത്തിൽ സാബു നടക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, സാബുവിന് ശരിക്കും പറഞ്ഞ പിണറായി സർക്കാരിനോട് ഭയങ്കര വൈരാഗ്യം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിണറായി സർക്കാരിനോട് സാബുവിനുള്ള വൈരാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാബുവിൻ്റെ കമ്പനി ഇവിടെ നിന്നും കെട്ടിച്ച് തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ആ ഒരു കാരണക്കാരൻ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളത് കൊണ്ട് സാബുവിന് LDF സർക്കാരിനോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിഴക്കമ്പലം പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെച്ചത്. അവിടെയുള്ള ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞ് വളരെയധികം സന്തുഷ്ടരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവർക്ക് ഒരു MLA സ്ഥാനത്തിനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പൂജ്യമാണ്. അതായത് ഒരു വോട്ട് ഉണ്ടോ എന്നുള്ള ഒരു വോട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ നിലപാടുള്ള ഒരു വ്യക്തിയെയോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, ഇതുപോലെയുള്ള കോമാളികളെ പിടിച്ചിടാതെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആരെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയുടെ നിലവാരങ്ങൾ നിങ്ങൾക്കറിയാലോ. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇത് കാണിക്കുന്ന ഒരു അഖിൽ മാരാറ്, അതായത് അയാൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയാം, മറ്റന്നാൾ പറഞ്ഞതല്ല ഇന്ന് പറയാം. ഇങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം, തൻ്റെ പൈസ, തനിക്ക് വേണ്ടിയിട്ടുള്ള ഇത് ചെലവ് കിട്ടുന്നിടത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായ അഖിൽ മാരാറ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ, അയാൾ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഇത് മാത്രമാണ്. അയാൾക്ക് രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വരെ അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീകളാണ്, അതായത് കുറികളും വടികളുമായിട്ട് നടക്കുന്ന കുലസ്ത്രീകൾ. എന്താ വെച്ചാൽ നമ്മൾ വീണ നായർ ഒരു കുലസ്ത്രീയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭക്തി മാർഗത്തോട് കൂടിയിട്ട് ഭർത്താവിൻ്റെ ഇത് കാൽപാദങ്ങളിൽ വെച്ച് നമസ്കരിക്കുന്ന തരത്തിൽ കുലസ്ത്രീകൾ, അതായത് പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുലസ്ത്രീകളാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ കാലെടുത്തിട്ട് കണ്ണിൽ ഇങ്ങനെ വെക്കണമെന്ന്. ഇപ്പൊ അവസാനം ഇപ്പൊ ഭർത്താവും ഇല്ല, മക്കളും ഇല്ല, അത്രയേ ഉള്ളൂ. അവരിൽ എന്നേ ഒഴിവാക്കി പോയി എന്നറിയാം. അതുപോലെ തന്നെയാണ് നമ്മളെ ലക്ഷ്മിപ്രിയക്ക് ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുലസ്ത്രീ ആയാൽ, ഈ BJP കാരിയായി കഴിഞ്ഞാൽ കുലസ്ത്രീ ആകണം. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയും ആ ഒരു ട്രെൻഡ് തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ കാണിക്കുന്ന ചില ഗോഷ്ഠികളെ കാണുമ്പോഴേ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ചിരിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തിയ ഈ സാബു അണ്ണൻ വെറും പരാജയാന്നേ ഞാൻ പറയുള്ളൂ. ആള് മരണപരാജയാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. ആൾക്ക് ഒരു നിലപാടുമില്ല, ഉള്ള കാര്യം പറയുന്നില്ല. അയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അസൂയയും കുശുമ്പും പിടിച്ചിട്ട് ഭ്രാന്തായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 2021 മുതൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ, അതെങ്ങനെയാണോ ലൈസൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കുക? ഇവരാരും ഇത് അറിഞ്ഞിട്ടില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന്റെ നടപടി എടുക്കും. അത് പൂട്ടുന്നുണ്ടെങ്കിൽ പൂട്ടോ, വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക, അത്ര തന്നെ. റിപ്പോർട്ടർ ചാനൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും പട്ടിണി കിടക്കത്തൊന്നുമില്ല. റിപ്പോർട്ടർ ചാനലുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടും നമുക്ക് വലിയ ഗുണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ പൂട്ടിക്കോ,
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ LDF സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടി മാത്രമാണ് റിപ്പോർട്ടർ ചാനൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അത് LDFന്റെ ഒരു ചാനലല്ലേ, അത് LDFനോട് അനുഭാവപൂർവ്വമുള്ള ഒരു ചാനലാണ്. അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത്, രാഹുൽ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാർ തന്നെയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വാർത്തകളും അവർ കൊടുക്കാറുണ്ട്. എന്താ വ്യത്യസ്തമായ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലോടിയും എന്ന് പറഞ്ഞിട്ട് അതുപോലെ CPMനെയും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന കോൺഗ്രസും ബാക്കിയുള്ള എല്ലാവരെയും എന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ട് വിമർശിക്കും. അങ്ങനെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ചാനൽ തന്നെയാണ്. ഇടതുപക്ഷത്തോട് ചായ്വ് മാത്രമല്ല, പല വാർത്തകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിലെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷമോ വലതുപക്ഷമൊന്നും ആവുന്നും വേണ്ട, അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ സാബു എന്തിനാണ് അവരെ മുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിനെതിരെ ഇവരെന്തോ ഒരു വാർത്ത ചെയ്തു എന്നോ അല്ലെങ്കിൽ സാബുവിനെതിരെ ഇവരെന്തോ ഒരു കാര്യം കൊണ്ടുവന്നു എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് സാബുവിന് നല്ല ദേഷ്യമാണ്. സാബുവിന് കിഴക്കമ്പലത്തിലെ ജനങ്ങൾ, അതായത് ഇനിയിപ്പോഴും കിഴക്കമ്പലം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ സാബുവിന് പിന്നെ ഒരു സീറ്റ് ഉണ്ടാവില്ലെന്ന് സാബുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, പൈസ മാത്രം പോരല്ലോ. ഇപ്പൊ ഇദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായത്തിന് തെലങ്കാനയിൽ കൊണ്ടുപോയിട്ട് ഈ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന് വലിയ നഷ്ടം തന്നെയാണ്. അതായത് കേരളത്തിലെ പോലെയല്ല തെലങ്കാന, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമാണ്, നമുക്കങ്ങ് ഉരുട്ടിയങ്ങ് വയൽ വെച്ച് തരുവാന്നാണ്. പക്ഷെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സാബുവിന് ഇപ്പോഴും കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റൂല. ഇപ്പോഴിങ്ങനെ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ പറയലാണ് എൻ്റെ കയ്യിൽ തെളിവില്ല എന്ന്. ആർക്ക് വേണമെങ്കിലും ആര് പേരിലോ അങ്ങനെയാണെങ്കിൽ ആരോപണം കൊണ്ട് കൊടുത്തൂടെ? അതായത് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു ഇന്ന് ചെയ്തു ഒന്ന് നാളെ ഈ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞില്ല എൻ്റെ പൊന്നു മാഷെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് സ്ഥാനാർത്ഥിത്വത്തിൽ നിങ്ങൾ പരാജയപ്പെട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമാതിരി ഉടായ്പൊന്നും കൊണ്ടുവരണം. ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ടർ ചാനലുടെ പൂട്ടിയില്ല പോലും ഒരു മനുഷ്യന്മാർക്കും ഒന്നുമില്ല. ആകെ ബാധിക്കുന്ന അരുണിനെയും അതുപോലെ മാധുവിനെയും മാത്രമാണ്. അരുണിന് ജോലി കിട്ടൂല, മാധുവിന് അതേപോലെ ജോലി കിട്ടൂല. പിന്നെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് ചിലപ്പോഴും ഇതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 24 എന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ നായർ, റിപ്പോർട്ടർ എന്ന് പറഞ്ഞ അരുൺ കുമാർ, അതുപോലെ ബിഗ് TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സുജയ കാർത്തിക, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് ഷാനി പ്രഭാകർ, മനോരമ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ഒരു ഏകാധിപതികളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലാണ് ആ ചാനലിൻ്റെ പവർ മുഴുവൻ. അത് മറ്റൊരു ചാനലിൽ പോയിട്ട് ജോലി ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. ഏതായാലും സാബുവിന് ഒരു കാര്യം ചെയ്യുക, കേസിന്റെ പുറകെ പോവുക, എന്നിട്ട് പൂട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പൂട്ടിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയരുത്, അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ നോക്ക്. പക്ഷെ മാരാറെ പോലെയുള്ള, റോബിനെ പോലെയുള്ള അവരൊന്നും ആരും ജയിപ്പിക്കത്തില്ല. ഇത് ബിഗ് ബോസ് അല്ല, ഇത് കേരള നിയമസഭയിലേക്കുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കാദ്യം. കേരള നിയമസഭയിലേക്കുള്ള ഒരു സീരിയലാണെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു. എന്നിട്ടെങ്കിലും ഒരു നല്ലൊരു അഭിനേതാക്കളെ ഇറക്ക്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീകളെയോ കുലപുരുഷന്മാരെ ഇറക്കിയാലൊന്നും ഇവിടെ ജയിക്കാൻ പറ്റൂല. ഇവിടെ എന്ന് പറയുന്നത് അത്രത്തോളം മണ്ടത്തരം ജനങ്ങൾ കാണിക്കത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സാബു കേട്ടാ, ഇനി എപ്പോഴാന്ന് നിങ്ങൾക്ക് നേരം വെളുക്കുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടും കണക്കായല്ലോടോ, തൻ്റെ പാർട്ടിയും കണക്ക് തന്നെ, റിപ്പോർട്ടർ ചാനലും കണക്ക് തന്നെ. രണ്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഖത്തിൽ വെച്ച് കേട്ടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. നന്ദി, നമസ്കാരം.